നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റുകൾ ഓരോ ദിവസവും ഉണ്ടായി വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന്റെ മെറ്റബോളിസം കാരണം, കോശങ്ങളുടെ മെറ്റബോളിസം കാരണം, ശരീരത്തിന്റെ റിപ്പയർ കാരണം. ഇതിൽ ചിലതൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിലും മറ്റു ചിലത് ഭയങ്കര ടോക്സിക് ആയിരിക്കും. ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ ശരീരത്തിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ ആളുകൾ അറിയാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ ക്ലിയറിംഗ് സെറ്റപ്പ് അതിന്റെ പവർ കൂട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ചില പ്രത്യേക എക്സർസൈസുകളാണ്. ഇങ്ങനെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനുള്ള വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്നും എപ്പോൾ ചെയ്യണം എന്നുള്ളതും എങ്ങനെ ചെയ്യണം എന്നുള്ളതും നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് മെറ്റബോളിസം കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ഗ്ലൂക്കോസും ഇൻസുലിൻ തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നുണ്ട്, ഇൻസുലിൻ സ്പൈക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി വഴി രക്തധമനികളെ കേടുവരുത്തുന്നുണ്ട്. രണ്ടാമത്തത് ട്രൈഗ്ലിസറൈഡ് അടിഞ്ഞു കൂടുക, ഫ്രീ ഫാറ്റി ആസിഡ്സ് കൂടുക, ഇതും രക്തധമനികളെ കേടുവരുത്തുന്നുണ്ട്. മൂന്നാമത്തത് സ്ട്രെസ്സും ഇൻഫെക്ഷനും നീർക്കെട്ടും കാരണം ശരീരത്തിനകത്ത് ഇന്റർലൂക്കിൻ, CRP തുടങ്ങിയവ കൂടുകയാണ്, രക്തധമനികളെ കേടുവരുത്താണ്. നാലാമത്തത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് രക്തധമനികളുടെ ഉള്ളിലുള്ള തൊലിയെ കേടുവരുത്താണ്. വ്യായാമം ഈ പറഞ്ഞ എല്ലാത്തിനെയും സോൾവ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്നാമതായിട്ട് മസിലുകൾ ഗ്ലൂക്കോസിനെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അത് കാരണം ഷുഗറിന്റെ അളവ് കുറയാണ്, ഇൻസുലിന്റെ ഡിമാൻഡ് കുറയാണ്. രണ്ടാമതായിട്ട് കൊഴുപ്പിനെ ഓക്സിഡൈസ് ചെയ്യാണ്, കത്തിച്ച് കളയാണ്. മൂന്നാമതായിട്ട് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് മയോകൈൻസ് ഉണ്ടാവുന്നുണ്ട്, ഇത് നീർക്കെട്ടിനെ തടുത്ത് നിർത്തുകയാണ്. നാലാമത് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് രക്തയോട്ടം കൂടുന്നത് കൊണ്ട് വേസ്റ്റ് എല്ലാം ലിവറിലേക്കും കിഡ്നിയിലേക്കും പെട്ടെന്ന് എത്തിപ്പെടുന്നുണ്ട്, മൈറ്റോകോൺഡ്രിയയുടെ എഫിഷ്യൻസി കൂടാണ്. ഇനി ഏതൊക്കെ എക്സർസൈസുകളാണ് ഇതിനായിട്ട് സഹായിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങിന് പല മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പൊടി വലിക്കാൻ വാക്യൂം ക്ലീനർ, നനഞ്ഞ നിലം തുടക്കാൻ മോപ്പ് ഉപയോഗിക്കും, എയർ ശുദ്ധീകരിക്കാൻ ഫിൽറ്റർ ഉപയോഗിക്കും. അതുപോലെ ഈ വേസ്റ്റുകൾ മാറ്റാൻ ശരീരത്തിനും വ്യത്യസ്തമായ മാർഗ്ഗങ്ങളാണ്. ഇതിൽ ഒന്നാമത്തത് പോസ്റ്റ് മീൽ വാക്കിംഗ് ആണ്. ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കുക. ഇത് കാരണം കാലിലെ മസിലുകൾ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുകയാണ്. ഷുഗർ സ്പൈക്ക് 30% കുറയും, ട്രൈഗ്ലിസറൈഡിന്റെ സ്പൈക്ക് 25% കുറയും. രണ്ടാമതായിട്ട് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്, ഹിറ്റ് എക്സർസൈസുകൾ. ഈ സമയത്ത് മസിലുകൾക്ക് വളരെയധികം അളവിൽ എനർജി ആവശ്യമാണ്. അത് കാരണം ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജൻ കത്തിത്തീരുകയാണ്, ഫാറ്റ് വളരെ കൂടിയ അളവിൽ കത്തിപ്പോവാണ്, നീർക്കെട്ട് തടയുന്ന മയോകൈൻസും നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ വീട്ടിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ ഓൺ ആക്കിയിട്ട് പുക പുറത്തേക്ക് കളയുന്ന പോലെ എനർജി കത്തിത്തീരുകയാണ്. മാത്രമല്ല ഹിറ്റ് എക്സർസൈസ് നിർത്തി കഴിഞ്ഞുള്ള സമയത്ത് പോലും വേസ്റ്റ് മെറ്റബോളൈറ്റ്സ് ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനുള്ള വളരെ നല്ലൊരു മാർഗ്ഗമാണ് ഹിറ്റ് എക്സർസൈസ്. മൂന്നാമത്തത് സ്ഥിരമായിട്ട് നമ്മൾ എയറോബിക് എക്സർസൈസ് നിലനിർത്തുക. നടത്തം, ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ. 30 മിനിറ്റിലധികം നേരം എയറോബിക് എക്സർസൈസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൊഴുപ്പ് കത്തിത്തീരും, ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു പോകും, സ്മോൾ ഡെൻസ് LDL എന്ന ചീത്ത കൊളസ്ട്രോൾ നന്നായിട്ട് കുറയും. നാലാമത്തത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്, മസിൽ എക്സർസൈസുകൾ. മസിലിന്റെ വണ്ണം കൂടുന്നതിനനുസരിച്ച് ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും മസിലിലേക്ക് മാറുകയാണ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാണ്, മെറ്റബോളിസം റേറ്റ് കൂടുകയാണ്. അഞ്ചാമത്തത് മൂവ്മെന്റ് സ്നാക്കിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ ചെറിയ ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് സമയം ഉണ്ടാക്കി നടക്കുക. 1 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾ പിന്നെ ഒരു 5-10 മിനിറ്റ് വെറുതെ ഒരു ബ്രേക്ക് എടുത്ത് നടക്കുക. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് പോസ്റ്റ് മീൽ വാക്കിംഗ് നിർബന്ധമായിട്ട് ചെയ്യാം. ഭക്ഷണം കഴിച്ച ഒരു 15 മിനിറ്റിന് ശേഷം 10-15 മിനിറ്റ് നടക്കുക, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ശേഷം. സ്പീഡൊന്നും വേണം നിർബന്ധമില്ല. രണ്ടാമത്തത് മൂവ്മെന്റ് സ്നാക്കുകൾ നിർബന്ധമായിട്ട് ചെയ്യാം. ഓരോ മണിക്കൂറിലും ബ്രേക്ക് എടുത്തിട്ട് നടക്കുക, അതല്ലെങ്കിൽ കാഫ് റേസിംഗ് ചെയ്യുക, സ്ക്വാറ്റ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. മൂന്നാമതായിട്ട് ആഴ്ചയിൽ 2-3 തവണ ഹിറ്റ് എക്സർസൈസുകൾ ചെയ്യാം. എന്ന് വെച്ചാൽ 20-30 സെക്കൻഡ് അതികഠിനമായിട്ട് എക്സർസൈസ് ചെയ്യുക, അതിനുശേഷം 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, വീണ്ടും ഇത് ആവർത്തിക്കുക. അങ്ങനെ ഒരു 5 റൗണ്ടെങ്കിലും ചെയ്യുക. നാലാമതായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം മസിൽ എക്സർസൈസ് ചെയ്യുക. അഞ്ചാമതായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം 30 മിനിറ്റിൽ കൂടുതലായിട്ടുള്ള എയറോബിക് എക്സർസൈസ് നിർബന്ധമായിട്ട് ചെയ്യുക.